ഹായ് നമസ്കാരം. അമേസിംഗ് വില്ലേജിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പുതിയ ഒരു ഐറ്റമാണ് ചില്ലി ചക്ക 45. ഏകദേശം 45 ദിവസത്തോളം പ്രായമായ ഇടിഞ്ചക്ക എടുത്ത് അതിന്റെ മുള്ള്, അതായത് പുറം തൊലി കംപ്ലീറ്റ് ചെത്തി വൃത്തിയാക്കുക. കഴുകി വൃത്തിയാക്കിയ ശേഷം പിന്നീട് നമ്മൾ ഇതിനെ അരിഞ്ഞ് വേവിച്ചെടുത്ത ശേഷം മാവിൽ മുക്കി വറുത്തെടുക്കുന്നതാണ് രീതി. ഇനി നമുക്ക് ഇതിനു വേണ്ടി ഫ്രൈ ചെയ്തെടുക്കാനുള്ള മാവ് തയ്യാറാക്കാം. ഇതിൽ 3 കപ്പ് അരിപ്പൊടി, 1 കപ്പ് മൈദാമാവ്, മൈദാമാവിന് പകരമായി 1 കപ്പ് കോൺഫ്ലവറോ അല്ലെങ്കിൽ കടലമാവോ ചേർക്കാവുന്നതാണ്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ചേർക്കുമ്പോൾ കാശ്മീരി ചില്ലി പൊടിയാണ് നല്ലത്. നല്ല കളർ കിട്ടുവാനും എരിവ് കുറഞ്ഞിരിക്കാനും കാശ്മീരി ചില്ലിയാണ് നല്ലത്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഉപ്പ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് വെള്ളത്തിൽ കലക്കിയാണ്. ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുവണ്ണം കുഴച്ചെടുക്കുക. നമ്മളത് കുഴച്ചെടുക്കുമ്പോൾ ഒത്തിരി ലൂസാകാതെ നമ്മൾ പഴംപൊരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്ക ഇവിടെ നമ്മൾ മീഡിയം പീസുകളാക്കിയ ശേഷം വെള്ളത്തിൽ അതിനെ വേവിച്ചെടുത്ത ശേഷമാണ് ചെറിയ ചെറിയ പീസുകളാക്കിയിരിക്കുന്നത്. ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിന്റെ കൂഞ്ഞിനെ കുറച്ച് ചെത്തിക്കളയുന്നതാണ് നല്ലത്. പകുതി വേവിച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കേണ്ടതാണ്. ഇത് ഫുള്ളായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഹാഫ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇത് ഹാഫ് കുക്ക് ചെയ്ത ശേഷം ഇതിനെ നമ്മൾ ചെറിയ ചെറിയ ഫ്രൈ പീസാക്കി മുറിച്ചെടുക്കണം. ഇതിനുശേഷം നമ്മൾ ചീനച്ചട്ടി എടുത്ത് അതിൽ എണ്ണയൊഴിച്ച് എണ്ണ തിളച്ച ശേഷം നാം ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക പീസിനെ മാവിൽ മുക്കി എണ്ണയിൽ വറുത്തെടുക്കുക. വറുത്തെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ കാത്തിരിക്കണം. അതിനുശേഷമേ കോരിയെടുക്കാവുള്ളൂ.
ഇപ്പോൾ നമ്മുടെ ചില്ലി ചക്ക 45 റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു പലഹാരമാണിത്. ഇവിടെ നമ്മൾ 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോൾ നാരങ്ങയ്ക്ക് പകരം ഒരു 4 ടീസ്പൂൺ വിനാഗിരി, ഇപ്പോൾ നാച്ചുറൽ വിനാഗിരി ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ, വിനാഗിരി ചേർക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല പുളിപ്പ് കിട്ടാൻ നല്ലതാണ്, ടേസ്റ്റി ആകാൻ നല്ലതാണ്. അതുപോലെ മൈദയ്ക്ക് പകരം കുറച്ച് കോൺഫ്ലവർ ചേർക്കുകയാണെങ്കിൽ നല്ല ക്രഞ്ചി ഫീൽ കിട്ടും. Thank you for watching Amazing Village. Please subscribe this channel.